അഖിൽമാരാർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസിൽ പോയ എല്ലാ സ്ത്രീകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പറയുന്നുണ്ട് സ്ത്രീകളെ വിളിച്ച് കൂടെ കിടത്തി സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ ബിഗ് ബോസിന്റെ ചില രണ്ടുപേര് അങ്ങനെ രീതിയിൽ അവരുടെ താല്പര്യമുള്ളവർ ജയിക്കാൻ വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാശ് മേടിച്ച് മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാലറിയുടെ ഷെയർ പറ്റിക്കൊണ്ട് അവരെ മേടിച്ചുകൊണ്ട് അവരെ ബിഗ് ബോസിൽ നിലനിർത്തിയിട്ടുണ്ടെന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ അഖിൽമാരാർ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പോൾ തോന്നുന്നത് സത്യമായിട്ട് തന്നെയാണ് കേട്ടോ. കാരണം അത്രയും ചങ്കൂറ്റത്തോട് കൂടിയിട്ട് അത്രയും തെളിവുകളോട് കൂടിയിട്ട് അല്ലാതെ അദ്ദേഹം ഒരു കാര്യം ഇതിനു മുമ്പ് സംസാരിച്ചിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത് എന്ന് ഒരു ഗുരുതര ആരോപണം ഇവിടെ വന്നിട്ടുണ്ട്. സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ബൈപ്പോളാറിന്റെ ഒക്കെ മരുന്ന് കൊടുത്തിട്ട് ഒരു മാനസിക രോഗി ആക്കണമെന്ന് വരെ അവിടെ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബിഗ് ബോസ് 5ന്റെയും ഒക്കെ ഉണ്ടായിരുന്ന ഡയറക്ടറായിട്ടുള്ള അർജുൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഏതോ റുബീന എന്ന് പറയുന്ന ഒരു ആള് കോണ്ടന്റ് ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്നു ഈ ഒരു ഷോയുടെ ആളെ മാറ്റി നിർത്തിയത്. ഇവരെയൊക്കെ മാറ്റി നിർത്താനുള്ളത് മറ്റേ ഇറങ്ങി പോകാനുള്ള കാരണവും ഈ ബിഗ് ബോസിന്റെ രണ്ട് അധികൃതർക്ക് അവരുടെ താല്പര്യം അനുസരിച്ചുള്ളവർ ജയിക്കണം, അത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഷോ നടത്തുന്നത്. അപ്പൊ അതിനെ എതിർക്കുന്നവരെ അവർ മാറ്റി നിർത്തും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഖിൽമാരാർ ജയിക്കണമെന്ന് ജയിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നോക്കിയിരുന്നു. അതുപോലെ തന്നെ റോബിനെ പുറത്താക്കാൻ, അതുപോലെ തന്നെ രജിത്തിനെ രാജാവായി വാഴിക്കണം എന്ന് അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. സാബുമോൻ ജയിക്കരുതെന്നായിരുന്നു അവർക്ക് ആഗ്രഹം. പേളിമാണി ജയിക്കണം എന്നായിരുന്നു. നേരിയൊരു വ്യത്യാസത്തിലാണ് സാബുമോൻ ജയിച്ചത്. പേളിമാണി ജയിക്കുമെന്ന് തന്നെയായിരുന്നു ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ കുറേ ആരോപണങ്ങളുണ്ട്. പ്രേക്ഷകർ ആർക്കാണോ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് അവരെ പുറത്താക്കുക എന്നാണ് ബിഗ് ബോസിന്റെ രണ്ടുപേരുടെ അജണ്ട, തലപ്പത്തിരിക്കുന്ന രണ്ടുപേരുടെ അജണ്ട എന്നൊക്കെ രീതിയിലാണ് അഖിൽമാരാർ പറയുന്നത്. പിന്നെ സിബിന്റെ ഇഷ്യൂ അത് കറക്റ്റ് ആണെങ്കിലും ഒരു പക്ഷേ ഈ ഷോയിനോടുള്ള വിശ്വാസ്യത നമുക്ക് എല്ലാവർക്കും ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ് ആ വീഡിയോയിലൂടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം പല സ്ത്രീകളുടെയും ഞാൻ പറയുന്നത് പല മത്സരാർത്ഥികൾക്കും വോട്ട് കുറവായിട്ടും അവരവിടെ നിലനിന്ന് പോകുന്ന കാണുമ്പോൾ ചിലപ്പോൾ കാണുന്ന എല്ലാവർക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ശരിക്കും ബിഗ് ബോസിന് ഫേവറേറ്റ് ആവരെയാണ് അവർ നിർത്തുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ പോലുള്ള ഒരു നടനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിനെ ആളുകളെ കൊണ്ട് ചീത്ത കേൾപ്പിക്കുന്നു. ശരിയാണ്, നമ്മൾ കണ്ടിട്ട് മോഹൻലാൽ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചോദിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അദ്ദേഹം ആ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് കോമാളിയാക്കുന്നു, ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിനെ കോമാളിയാക്കിയിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളവരെയാണ് ഇവർ ജയിപ്പിക്കുകയുള്ളൂ, അല്ലാതെ ഇവർക്ക് ഇഷ്ടമില്ലാത്തവർ പുറത്താക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ജീവിതം തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതിനു മുമ്പ് റോബിൻ ഇതൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആരും മൈൻഡ് ആക്കിയില്ല. കാരണം റോബിൻ ദേഷ്യം കൊണ്ട് പറയണമെന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പം മിണ്ടിയാൽ തട്ടിക്കളയും എന്നൊക്കെയാണ് സിബിനെ വിളിച്ച് പറഞ്ഞേക്കുന്നത്. കോൺട്രാക്ട് ഉണ്ട്, നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനത്തെ രീതിയിലൊക്കെ സിബിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ അഖിൽമാരാർ പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ബിഗ് ബോസിന്റെ ആരാധകർ എല്ലാവരും ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടത്. ഞാനെല്ലാം കേട്ടപ്പോൾ എനിക്ക് തന്നെ രാഷ്ട്രീയം തോന്നിപ്പോയി. കാരണം സ്ത്രീകളെ കുറിച്ചിട്ട് അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ പോയിട്ടുള്ള സ്ത്രീകളെല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉടനെ തന്നെ അതിനൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ഇതിനൊരു സപ്പോർട്ട് നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആണെന്നുള്ള രീതിയിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ ഇടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശക്തമായിട്ട് അഖിൽമാരാർ പ്രതികരിക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഞാനൊരു ഡയറക്ടറായിട്ട് പോലും എനിക്ക് കിട്ടിയ ഒരു സാലറിനേക്കാൾ 3 മടങ്ങ് സാലറി ആളുകൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ വരെ ഷെയർ ബിഗ് ബോസിന്റെ 2 അധികൃതർ പറ്റിയിട്ടുണ്ട്. എൻ്റെ മോൾ ഷൈൻ ഇന്ത്യനെ അടക്കം പറ്റിക്കാന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആത്മധൈര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നെ ഇപ്പോൾ കൂടിപ്പോയി എന്നെ സിനിമ ചെയ്യാൻ ഇവർ അനുവദിക്കില്ലായിരിക്കും. എന്നെ എങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, എനിക്കൊന്നും ബാധിക്കാനില്ല എന്നൊക്കെയാണ് അഖിൽമാരാർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സത്യമായിട്ട് തന്നെ തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇത്രയും ചങ്കൂറ്റത്തോട് കൂടിയിട്ട് ഒരാളും ഈ ഒരു കാര്യങ്ങൾ വിളിച്ച് പറയില്ല. ഒന്നെങ്കിൽ പേടിച്ചേനെ, എന്നൊരു പേടിയും കൂടാതെയാണ് അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇന്ന് അബി ഔട്ടായതോട് കൂടിയിട്ട് എനിക്കും ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നിയായിരുന്നു. കാരണം ചിലർ തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നില്ല, എന്നാൽ ചിലർ ചെയ്യുമ്പോൾ അത് ഭയങ്കര സിബിനെ ഇട്ട് പോരിക്കുമായിരുന്നു. സിബിന് അത്രയും പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ശിക്ഷ കൊടുത്തു, ഡയറക്ട് നോമിനേഷൻ കൊടുത്തു, പവർ റൂമിൽ നിന്ന് പുറത്താക്കുക. പക്ഷെ പവർ റൂമിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിക്കോണം, ഗെയിം കളിക്കണ്ട, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് ഒരാൾക്ക് സ്ട്രെസ്സൊക്കെ വരും. അപ്പം ഈ ഒരു ഷോയുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വ്യൂ.